ഗൈസ് വെൽക്കം ബാക്ക്. ഏകദേശം 6 മാസത്തിന് മുമ്പ് ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു. അതിന് നല്ല സപ്പോർട്ടും കിട്ടി. അതിലൊരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഗൈസ്, ഫ്ലോസ്. സോ എക്സാക്ട് ആയിട്ടുള്ള ആ ഷോർട്സ് ഞാൻ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോയാണ്. അതും എന്റെ ഒരു സ്പെഷ്യൽ വേയിൽ. അന്ന് ഞാൻ നൈറ്റി ഒക്കെ ഇട്ടാണ് ആ ഡാൻസ് സ്റ്റെപ്പ് കളിച്ചു വെച്ചത്. സോ ഇന്ന് ഞാൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് നൈറ്റിയുടെ ആവശ്യമുണ്ട്. ലോകത്തിലെ മികച്ചൊരു നൈറ്റിയാണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, നൈറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണിച്ചു തരാം. യാ, അസയിൽ ഇതാ 1.5 നൈറ്റ് കഴുകിയിട്ടിരിക്കുന്നു. ഇത് മതി ഗൈസ്. ഗൈസ് അപ്പൊ നമുക്ക് നൈറ്റ് കിട്ടി. ഓ തേങ്ങ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ തേങ്ങയാണ് എന്റെ മുകളിൽ. തെങ്ങ് നിറച്ചും തേങ്ങ ഇരിക്കണ ഗൈസ്. അതിന്റെ മണ്ടയിൽ ഒരു ഓല ഇരിപ്പുണ്ട്. എന്തോ പച്ച വീഴൂല തന്നെ? ഉണങ്ങിയ തേങ്ങ വീഴോ എന്നാരും പറഞ്ഞു? ആരും പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞു. ഇനി ഇതിനെ വലിച്ചു നോക്കാം. ഇനി ഇതിന് ഇങ്ങനെ വലിച്ചു. ഓക്കെ, ഇനി നമ്മളെ കൈ എടുത്തതാ. യെസ് യെസ്. അയ്യോ, ഇത് തിരിച്ച. ഇപ്പൊ എനിക്കൊരു പാട്ട് വന്നു. ഏത് പാട്ടെന്നാ? ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഞാൻ ഫ്ലോസ് അന്ന് കളിക്കാൻ വേണ്ടി ഉപയോഗിച്ച നൈറ്റ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡാൻസ് സ്റ്റെപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് മുമ്പ് ചെയ്ത റീലിൽ നിന്ന് നോക്കിയിട്ട് ഡാൻസ് സ്റ്റെപ്പ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സാക്ട് സംഭവം. കാണിച്ചാണ്ടോ കേട്ടോ? അയ്യോ, ഇത് മറ്റേ പാണ്ടിപ്പടയില്ലേടാ, അല്ല മയിലാട്ടത്തില്. അയ്യോ, എന്നെ ഇപ്പൊ അടിച്ച് റെഡിയാക്കിയത്. ഒന്നുകൂടെ കളിച്ചാ നോക്കട്ടെ. എടാ അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ അതുമായിട്ട് സാമ്യമുണ്ട്, പക്ഷെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ആഞ്ഞകളി. ആ കൊള്ളാം 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 കൊള്ളാം. ഓക്കെ, ശരി. ഡാൻസ് ഷോയ്ക്ക് കയറാതെന്ത്? വാ, ഇവിടെ ആ ടൈം ഒന്ന് വിളിച്ചാണ്. പൊളി. വാ, എന്താ സാധനം? പൊളി. ഡൈമറാ? എന്തൊരു ഡൈമാ? നീ അതൊക്കെ ചെയ്യൂ? എനിക്കറിഞ്ഞൂടാ. ഷേ, എങ്കിൽ ചെയ്യടാ, നിന്റെ സ്കില്ലല്ലേ, ചെയ്യ്. ഉണ്ണിക്കുട്ടന്റെ ടൈമാണ്. എടാ ഞാൻ ഇത്രയും സപ്പോർട്ട് തന്നു, ഇനി നീ ഡൈവ് അടിച്ചില്ലെങ്കിൽ നോക്കിയോ. ഓ, എന്നെ അടിക്കോ? റെഡി റെഡി റെഡി. അത് തന്നെ എന്നെക്കാണ് നടക്കും. അയ്യേ, ഇതെന്തരി ഓട്ടറാ. യെസ്. ആ, ഇതായിരുന്നു ഉണ്ണിക്കുട്ടന്റെ ഡൈവ്. 10ൽ എത്ര മാർക്കാണ് നിങ്ങൾ എന്നെ കമന്റ്? അയ്യോ, കിട്ടി. എന്നെ എടുത്തോണ്ട് പോയെങ്കിലും. ഇതെന്തൊരു മിന്നല ഗായ്സ്. അപ്പൊ എക്സാക്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്ലോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് സംഭവം. 1 2. ഇത് സ്പീഡ് ചെയ്യണം. 1 2 1. ഇനി നമുക്ക് ഇതിന്റെ റിയൽ സ്റ്റെപ്പ് നോക്കാം. ഗായ്സ്, അപ്പോ നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് ഇത്രയും ക്യാമറ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ പോവാൻ അപ്പൊ ഉണ്ണിക്കുട്ടൻ പോവാനുള്ള ടൈമായി. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റാണ് ഉണ്ണിക്കുട്ടൻ നമുക്ക് എടുത്തു തന്നെ. ഓക്കെ, ഉണ്ണിക്കുട്ടന് വലിയൊരു ഹ്യൂജ് താങ്ക്സ്. എവിടെ നീ ഇപ്പോഴേ സ്റ്റെപ്പ് പഠിക്കാടാ? കാണിച്ചു. 1 2. കുറച്ചുകൂടെ റെഡി ആവണം. നിന്റെ ബാഗാണ് കുഴപ്പം. ടാറ്റാ ബൈ ബൈ. കുറെ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു ഡാൻസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഡാൻസ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കി, ഒന്ന് റെഡിയാക്കി ഗൈസ്. ഇന്നത്തെ ഒരു ഡേ ആയി തന്നെ നമുക്ക് നല്ല എൻജോയ്മെന്റ് കിട്ടിയ ഒരു മോമെന്റ് ആയിരുന്നു. ഓ, എന്തൊരു സന്തോഷം. ഇനി ഞാൻ ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പോയാണ്. അതായത് ഞാൻ ഒരു 5 മിനിറ്റ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ക്ലിപ്സ് കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി മ്യൂസിക്കും എല്ലാം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി എല്ലാം എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വീഡിയോ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 11 മണിയായിരിക്കണം. 11 അല്ല, എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ 11:15 കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്നത്തെ പുതിയ ഡേ ആണ് ഗൈസ്. കാരണം ഇന്നലത്തെ ഡേയിൽ കറണ്ട് പോയതുകൊണ്ട് ഒരു സംഭവം എടുക്കാൻ പറ്റില്ല. എഡിറ്റിംഗ് പകുതി വെച്ച് നിൽക്കുകയും ചെയ്ത്. അതെങ്ങനെ പറയാൻ പറ്റും? അതായത് ഇന്ന് വരേണ്ട വീഡിയോ ഇന്ന് വരൂല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസത്തെ, അതായത് ഇന്നത്തെയും ഇന്നലത്തെ കൂടെ ചേർത്ത് ഒറ്റ വ്ളോഗായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ വ്ളോഗ് കാണൂല ഗൈസ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് ആയെന്ന് തോന്നണം. എനിക്ക് അറിഞ്ഞൂടാ. കറക്റ്റായി കമന്റ് അടിക്കുക ഗൈസ്. എന്താടാ റബിസ് ട്യൂബ് അല്ലേ എൻ്റെ? എല്ലാ സൈഡും റെഡിയാക്കുക. നീ ഒരു സൈഡ് റെഡിയാക്കും. അത് ഒരു സൈഡ് മഞ്ഞാക്കി ഇരിക്കില്ല. ഇവിടെ നോട്ട്, ഒരു സൈഡ് മഞ്ഞായിരിക്കും കേട്ടോ. ഇതിനെ ഫുള്ള് ഞാൻ ക്ലാഷ് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ ഇതിനെ പൊളിച്ച് തിരിച്ച് മടക്കി റെഡിയാക്കി. റുബിക്സ് ക്യൂബ് 4 വഴിക്ക്. ഞാൻ ഉദ്ദേശിച്ചത് എന്തിനാ, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇവന് ഒരു സൈഡ് റെഡിയാക്കി കൊടുക്കാന്നാണ്. റെഡി, ക്യാച്ച്. റെഡ് കറക്കണ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറെ ലെവലായിട്ട് ചെയ്യുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. 2 തിരിപ്പ് അങ്ങോട്ട്, 2 തിരിപ്പ് ഇങ്ങോട്ടും. ഓ, ഒരു സൈഡ് കറക്റ്റ് ആയി വരുന്നു. ഇനി 3 കട്ടയും കൂടെ മാറി നിൽക്കുകയാണ് ഗൈസ്. എന്റെ പൊന്നു. ഓ പച്ചേര ആ ഒരു സൈഡ് കയറി കേട്ടോ. എന്തൊരു ഇക്വേഷൻ എന്തോ വെച്ചാണ് ചെയ്യണ സംഭവം. എവിടെ? ഓ സെറ്റ്. എന്റെ ദൈവമേ, ഒരു സൈഡ് പക്ക. ദൈവമേ, അടിപൊളി. ഒരു സൈഡ് പക്കയാക്കി.
വേറെ ലെവല്. എന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് കറക്റ്റ്. ഇതെങ്ങനെയാടാ വേറെ ലെവല് കേട്ടോ. നീ ഇപ്പോഴും ഒരു സൈഡ് കറക്റ്റ് ആക്കി. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോ എത്ര സൈഡ് കറക്റ്റ് ആക്കും? അപ്പൊ 6 സൈഡും കറക്റ്റ് ആക്കി പറഞ്ഞു. അതിനുള്ള ഇക്വേഷനും അതിനൊരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് വീഡിയോ. അതെടുത്ത് നോക്കി നിന്നെ കൊണ്ട് പറ്റും. 6 സൈഡും കറക്റ്റ് ആക്കി. ഒരു സൈഡ് നീ ഇത്രയും പുലിയായിട്ട് സെറ്റ് ആക്കിയില്ല. അടിപൊളി. ചെറുക്കം വേറെ ലെവല്. എന്റെ ഈ ഒരു ഏജിൽ എനിക്കൊരു കണക്ക് പോലും ചെയ്യാറിഞ്ഞൂടായിരുന്നു. എന്റെ ദൈവമേ, ഒരു റുബിക്സ് ക്യൂബിന്റെ ഒരു സൈഡ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താണ് ആ എല്ലാ സൈഡും തന്നെ കറക്റ്റ് ആക്കിയത്. എന്നാൽ ഈ പ്രായത്തിലേ ചെയ്യണമെങ്കിൽ വേറെ ലെവലാണ് ഗൈസ്. ഞാൻ അവനോട് പറഞ്ഞു ബാക്കി സൈഡൂടെ കറക്റ്റ് ആക്കി എടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സൈഡൂടെ അവൻ കറക്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. പിന്നെ അതിന്റെ ടൈം ലിമിറ്റ് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതിയല്ല. ബ്രെയിൻ അത്രയും വർക്കാവുകയും ചെയ്യും, സെറ്റപ്പ് ആവും. പിള്ളേരെ ടാലന്റ് സ്കില്ലൊക്കെ കൂടട്ട് ഗൈസ് അല്ലേ ഗൈസ്. 11:30 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ലിറ്റർ വെള്ളം തീർത്തിട്ട് ഞാൻ സെക്കൻഡ് ലിറ്റർ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ബോട്ടിലാണ് നമ്മൾ നെക്സ്റ്റ് തീർക്കേണ്ടത്. അതായത് 10 മണിക്കുമ്പോ ഞാൻ എന്തായാലും ആദ്യത്തെ 1 ലിറ്റർ കംപ്ലീറ്റ് ആയിരിക്കും. അതിനിപ്പോ എന്തൊക്കെ വന്നാലും. സോ സെക്കൻഡ് ബോട്ടിൽ ഇനി 2 ലിറ്റർ കൂടെ കുടിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ മതി. വെള്ളം നമ്മൾ 3 ലിറ്റർ കുടിക്കുമെന്ന് പറഞ്ഞാൽ ബോഡിക്ക് നല്ല ഒരു മാറ്റമാണ് ഗൈസ്. നമ്മൾ വെള്ളം കുടിക്കാതെ ഇരുന്ന ഒരവസ്ഥയിലും വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. വെള്ളം കുടിക്കാൻ നമുക്ക് ബോഡിക്ക് നല്ലൊരു ഫ്ലോ കിട്ടും. എന്തൊക്കെ പറഞ്ഞാൽ ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. അതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. 3 ലിറ്റേഴ്സ് എല്ലാവരും ഒന്ന് കുടിച്ചു നോക്ക്, അപ്പോൾ അറിയാൻ മാറ്റം. പേഴ്സണൽ എക്സ്പീരിയൻസ് ഗൈസ്, റൈറ്റ്. ഒരു ഷോർട്സ് ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ടോട്ടലി 7:30 മണി കഴിഞ്ഞു. 7:30 മണി തൊട്ട് നമ്മുടെ വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഏകദേശം ആക്കിയപ്പോൾ ഇപ്പൊ 11:30 മണി കഴിഞ്ഞു ഗൈസ്. ടൈം ലൈൻ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാ എഡിറ്റ് ചെയ്യണേ ഉള്ളൂ ഗൈസ്. കണ്ടാ വീഡിയോ ഇപ്പൊ എഡിറ്റ് ചെയ്യണേ ഉള്ളൂ ഗൈസ്. മണി 11:30 എനിക്കാണെങ്കിൽ ഇപ്പൊ ഉറക്കവും പറഞ്ഞു. ഇന്നത്തെ ഡേ ഫുള്ള് എഡിറ്റിംഗ് ആണ്. അതാണ് ഈ കഴുത്ത് മെയിനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ഭയങ്കര പേര് ഓവർ ദ ബെസ്റ്റ്. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. There's no mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why?